আমি একে ছোবো, শুধু ছোবো না, একটা চুমাও দেবো। হুম? এর আমার গায়ে কিচ্ছু আসবে না। হ্যালো প্রিয়রা, আশা করি সবাই ভালো আছে, আমি ভালো আছি। আমি ফারহান বিন সাইদু। আমি আজকে একটা খুবই খাস ব্যক্তির সঙ্গে পরিচয় করে দিতে চাইছি। আপনারা ভিডিওটা পুরো দেখে তবে যাবেন। সাফি। সাফি আমার 10 বছর আগেকার বন্ধু। তাই আমি সাফির সঙ্গে, সাফি হ্যাঁ, হাই করে দাও। হাই। সাফি হচ্ছে কেরালার ব্যক্তি। কেরালা থেকে আমরা 10 বছর হয়ে গেছে আমাদের, আজকে 18 বছর আমি কেরালায় এসেছি। আর আজকে 10 বছর হয়ে গেছে আমি সাফির সঙ্গে বন্ধুত্ব হয়ে গেছে। তারও আগে কিন্তু সবথেকে বেশি বন্ধুত্ব সাফির সঙ্গে আমার এই 10 বছর হচ্ছে। সাফির কাছে আমি কিছু কথা কেরালার বিষয়ে জিজ্ঞেস করবো এবং আমাদের পশ্চিমবাংলার ওর যে ওপিনিয়ন্স সেই বিষয়ে জিজ্ঞেস করবো। সাফি আমাকে সেসব কথাগুলো বলবে, কিন্তু আমি বলবো তো ওর সঙ্গে কথা বলবো মালয়ালমে। ও হিন্দি জানে কিন্তু খুব কম জানে। তো আমি ওকে জিজ্ঞেস করছি, സാപ്പിയ ആ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് എത്ര കൊല്ലമായിക്കണേ? ഒരു 10 വർഷത്തിൻ്റെ മുകളിലായിട്ടുണ്ടാവും. 10 വർഷം. ഉം, അപ്പോൾ നമ്മളെ ഞങ്ങൾ രണ്ടാളും ഒപ്പം പണിയെടുക്കാനേ ഉം. കുറച്ച് ടൈം നമ്മളെ രണ്ടാളും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഉം, എനിക്ക് നമ്മളെ ബംഗാളിൽ വരുന്ന നമ്മളെ ആൾക്കാരില്ല, ഉം. ഓർത്ത് പറ്റി എൻ്റെ അഭിപ്രായം എന്താ? ഓരോ അഭിപ്രായം എന്താണ്, ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് പ്രവാസം ചെയ്യുന്ന ആൾക്കാർ, അതായത് ഗൾഫിലുള്ള ആൾക്കാർക്കായും ഒരു ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. ഫാമിലി പൈസൻ്റെ കാര്യത്തിലാണെങ്കിലും പല കാര്യം ഇന്ത്യയിൽ സെയിം പൈസ തന്നെയല്ലേ. എല്ലാവരും പറയും അവർ ഇവിടുത്തെ പൈസ കൊണ്ടുപോകുന്നുണ്ട്. ചിലരൊക്കെ അത്യാവശ്യം സേവിങ്സ് ഒന്നും ഉണ്ടാവില്ല, സെയിം തന്നെയാണ്. ബുദ്ധിമുട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാർ കറണ്ട് ബില്ല് കൊടുക്കുന്നവരുണ്ട്, വാടകൻ്റെ കാര്യം, ഭക്ഷണത്തിൻ്റെ കാര്യം. ചിലപ്പം ലീവാവും, മലയാളികൾ ലീവാകുമ്പോൾ അവരും ലീവാവും. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഒരു അസുഖം വരുമ്പോഴുള്ള ബുദ്ധിമുട്ട്, വീടുകളൊക്കെ ഒരു വൃത്തിയില്ലാത്ത അന്തരീക്ഷമുള്ള, കൊണ്ടെടുക്കാത്ത ആൾക്കാരുണ്ടാവും, കൊണ്ടെടുക്കുന്ന ആൾക്കാരുണ്ടാവും. പലരും അല്ലേ, എല്ലാവരും സ്വന്തം പൈസ തലക്കണിൻ്റെ അടിയിൽ കെട്ടി വെച്ച് കിടന്നുറങ്ങുമ്പോൾ എന്താ ചെയ്യാന്നുള്ള അവസ്ഥ മൈൻഡ് ഉണ്ടാവും. പലരും വിശ്വാസമില്ലാത്തവരുണ്ടാവും. ചിലവരൊക്കെ പറഞ്ഞപ്പോൾ ഒരു എൻ്റെ റൂമിൻ്റെ ആൾക്കാർക്ക് നല്ല വിശ്വാസമാവും. പല രീതിയിലും കാണുന്നവരുണ്ടാവും, പല പുച്ഛത്തോടെ കാണുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിക്കാത്ത ആൾക്കാരുണ്ടാവും. പല മൈൻഡിലും ഉള്ള ആൾക്കാരാവാം. ആ നല്ല ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് കഷ്ടപ്പെടുന്ന ഒരു പ്രവാസികൾ തന്നെ. അതെ. പിന്നെ സാപ്പിയ ഉം, നന്നായിട്ട് ഒരു 10 ദിവസമായിക്കണല്ലേ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട്. ഉം. ഞാൻ പിന്നെ അന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിക്കണ, പിന്നെ എനിക്ക് ഞാൻ ഒരു സേവ് ഇല്ല, എനിക്ക് എന്തെങ്കിലും സേവ് അങ്ങനെ ഒരു എനിക്ക് ഫില്ല് അയക്കണം. ഇല്ലല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കർണാടകയിൽ പണിക്കുപോയപ്പോൾ ഇജിൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ ഇജി വിളിച്ച് ഇവിടെ നാട്ടിൽ പണി ഉണ്ടാകുമ്പോൾ ഇജി എന്തിനാണ്ട് പോകണമെന്ന് ചോദിച്ച്. അങ്ങനെ ഇജി വിളിച്ച്, അങ്ങനെ ഈ വിളിച്ച് ഇവിടെ പണിയുണ്ടടാ വായോ എന്ന് പറഞ്ഞിട്ട് വിളിച്ച്. അപ്പോൾ ഇജി ഫ്രണ്ട്സ് ആയതുകൊണ്ടല്ലേ. ഞാൻ എൻ്റെ നമ്പർ സേവ് ചെയ്തിരുന്ന് 10 കൊല്ലമായിട്ട്. ഒരുപാട് ആൾക്കാരുടെ നമ്പർ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെ ബാദുഷാൻ്റെ നമ്പറാണെങ്കിലും ഉണ്ട്, എല്ലാവരുടെ നമ്പറും ഉണ്ട്. അതിപ്പോൾ അങ്ങനെ ഇതായിട്ട് കാണണമെന്നൊന്നുമില്ല. അതന്നെ, എനിക്കൊരു വേർതിരിവ് ഒരാളേക്കൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ വേണോ, നമ്മൾ ഏത് നാട്ടിലത്തെ ആളെ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ എന്താ പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ വേണോ, നമ്മളെ എൻ്റെ ഒരു സ്വഭാവം നല്ല കണ്ടുകയാണ്. എന്താ പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടായാലും ആരും അന്ന് പറ്റിയല്ല ഞാൻ അവരെ, അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ അവിടെ ഇല്ല ടൈമിൽ, ഞാൻ അവർ ചിലപ്പോൾ ആ സ്ഥലത്ത് ഇല്ല. പക്ഷേ ആരെങ്കിലും എൻ്റെ പറ്റി കുറ്റം പറയുന്നുണ്ടെങ്കിൽ, ഇന്ന് എന്തെങ്കിലും മോശത്തെറ്റ പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ മറ്റോരെ ചീത്ത പറയുന്നത് যে എന്താ ওয়ান ইല്ലാത്ത টাইমে പറയുന്നത്, അത് എൻ്റെ ഒരു നല്ല গুড হ্যাবিট আছে। അത് আমার বন্ধু সাফির গায়ে কিছু একটু এমনি একটা ছোট্ট বিষয় নিয়ে একটু আছে। আর সবাই ওর জন্য একটু বলে যে ওর গায়ে কি এগুলো, ছোটো ছোটো এই মুখে দেখতে পাচ্ছি এগুলো। তো এগুলোর জন্য আমাকে অনেক, আমাদের এই পশ্চিমবাংলা থেকে আসা অনেক মানুষ আমাকে বলে যে ওগুলো গায়ে কি, ভালো ওর সঙ্গে ছুঁয়ো না, ওকে ছুঁলে হয়তো তোমার হবে। তো আমি এটা বলতে চাইবো যে এই জিনিসটাকে আমি সবসময় বলতে চাইছি যে কখনো আমার মানে সাফির জন্য এই কথাটা বলবেন না, বা কারোর জন্যে এই কথাটা বলবেন না। সব জিনিস, সব রোগ কখনো কিন্তু মানে ছোঁয়াচে হয় না, কখনো এরম হয় না। আবার কোনো জিনিস হয়, কিন্তু তার জন্য যে আমারও হয়ে যাবে, আমি যে ওকে তুচ্ছ করবো, এটা আমার কিন্তু কোনো অ্যাটেনশন আমি রাখতে চাই না. സാപ്പിയ ഞാൻ ഒരു ഇന്ന് പറയാനേ ഒരു വിഷയം എൻ്റെ ഒപ്പം പണിയെടുക്കുമ്പോൾ നമ്മൾ പുറത്തുതന്നെ വരുന്നത്, പിന്നെ നമ്മൾ കേരളത്തോ, പിന്നെ നമ്മൾ കേരളത്തിൽ പുറത്തെത്തി മറ്റേ ബംഗാളിൽ വരുന്ന എൻ്റെ ഒപ്പം വരുന്ന, പിന്നെ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും നമ്മൾ ബംഗാളിൽ വരുന്ന ഓരെ ഇന്നവരോട് അണ്ട് ഈ മേത്തെ ഒരു കൂടില്ല, ഒരു ചെറിയ ഇതില്ല. അത് അതിൽ പറ്റി എന്താ ആൾക്കാർ പറയുന്നത് അറിയാം. ആൾക്കാർ ഇന്നവർ പറയും ഇജ്ജ് എന്താ ഓരെ തൊട്ടേനെ, ഓണ്ട് അനക്ക്
പകർക്കും അനക്ക് വെറും ആഹാ. അങ്ങനെയൊക്കെ പറയലുണ്ട്. ഉം. അതായിട്ട് എന്നോട് ചെറിയൊരു കുച്ചായിട്ട് കാണുന്നുണ്ട് കേട്ടാ. ഉം. അപ്പോൾ അങ്ങനെ എനിക്ക് ആകുമ്പോൾ എനിക്ക് ഇതിൻ്റെ ചെറിയൊരു ഫീൽസ് ഇല്ല എനിക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഉണ്ടായിരുന്നു അതൊക്കെ ഒരു ടൈമിലുണ്ടായിരുന്നു. അതായത് പിന്നെ അത് ഞാൻ അത് ആസ്വദിക്കാൻ തുടങ്ങി. ഏ അതായത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അവരെ കണ്ണിലുള്ള ആ പേടി, ആ തീക്ഷ്ണത, അത് നമ്മൾക്ക് ഈ ഒരു ടൈമിൽ എനിക്ക് നല്ല കോംപ്ലക്സ് ഉണ്ടായിരുന്നു. പിന്നെ അതാണ്ട് മാറി. പിന്നെ ഇപ്പം നമുക്കൊരു കുടുംബമായി എന്നെ ചേർത്ത് നിർത്താൻ നമ്മൾ എൻ്റെ ഒരു ഭാര്യ ഉള്ളതുകൊണ്ട് കുടുംബവും എൻ്റെ കുടുംബക്കാരും എൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സ് തന്നെ കട്ടക്ക് സപ്പോർട്ടുണ്ട്. പിന്നെ പുറമുള്ള ആൾക്കാരിത് അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാം. ആ ഇപ്പം ഈ ഇത് വരുമ്പോൾ എൻ്റെ ഇത് ബൈക്കിൽ ഒരു വേറെ വിഷയം പറഞ്ഞു തരാം. ഞാൻ മലയാളത്തിൽ പറയണ എനിക്ക് ശരിക്കും ചിലപ്പോൾ മലയാളം കറക്റ്റ് ഇല്ല. ഞാൻ ഒരു ബംഗാളിയാണ്, മലയാളം കറക്റ്റ് ഇല്ല. പിന്നെ ബംഗാളിൽ പറയാൻ ഞാൻ ഇവനേതാ തുടർന്ന് മാത്രമില്ല, ഇവനെ ഞാനേതാ ഒരു ഉമ്മ കൊടുക്കും. എനിക്ക് ഇവനെ വേണം. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വന്നു എനിക്ക് വരുമ്പോൾ എനിക്ക് ഒരു 100% ഒരു എന്തെങ്കിലും വിശ്വാസമുണ്ട്. അതേപോലെ തന്നെ ബംഗാളിൽ പറയാണ് আমি একে ছোবো, শুধু ছোবো না, একটা চুমাও দেবো। এর আমার গায়ে কিচ্ছু আসবে না, এটা আমার পুরো বিশ্বাস। আর আমি পুরো বিশ্বাসের সঙ্গে চলি। আমার কাছে ছোট বড় আর কেউ নেই। আমি সব জিনিসকেই এটা ভাবেই আমি মনে করি যে কোনোদিনও হতে পারে না। রোগ একটা সৃষ্টিকর্তার দেয়া একটা জিনিস। আর সেটা হবে হবে না এটা কোনো ব্যাপার নয়। হ্যাঁ, তো বন্ধুরা ভিডিও দেখবে এবং আমার ভিডিও শেয়ার ബാക്കി സാബി സബ്സ്ക്രൈബ് പറയൂ. ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ. പിന്നെ പറ്റുകയാണെങ്കിൽ നമുക്കൊരു ചാനലുണ്ട്, അതും ചെയ്യാം. ആ സാപ്പിക്ക് ഓക്കെ. ഒരു ചലനുണ്ട്, അത് നിങ്ങൾ ഒരു സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഓൻ്റെ വീഡിയോ നല്ല ഉഷാറുള്ള വീഡിയോ ആണ്. ഞാനിപ്പോൾ പുതിയ തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങളൊരു കണ്ടൽ സെർച്ച് ചെയ്ത് കണ്ട് ഒരു സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇത് യൂട്യൂബിൽ പിന്നെ ഫർഹാൻ ബിൻ സൈദു പറഞ്ഞുകൊണ്ട് ഒരു എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ചലനുണ്ട്. അത് നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണും, അതിൽ നിങ്ങൾ ഒരു ഫോളോ ചെയ്തുകൊണ്ട്. പിന്നെ എന്താ ഞാൻ നിങ്ങളെ സത്യം പഠിച്ചാൽ കേരളം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഞാൻ പറയാം 18 കൊല്ലം এখানে পানি എടുത്തിട്ട് কেরালা আমার খুবই পছন্দের একটা জায়গা। এখানকার মানুষ, এখানকার সবাই খুব ভালো। আর আমি আজকে 18 বছর হয়ে গেছে কেরালায় এসে, আমি এদের অনেক ভাষাও শিখে গেছি। হয়তো আমার ভাষাটা খুব কারেক্ট নয়, ইনকারেক্ট হতে পারে। ওকে, ഇനി സന്ധിക്കും വരയ്ക്കും വണക്കം.